ഇന്നലെ വൈകുന്നേരം ഈ പ്രദേശത്ത് നിന്നായിരുന്നു പുതുപ്പള്ളി സാധു എന്ന നാട്ടാന ഈ സിനിമ ഷൂട്ടിംഗ് സെറ്റിനിടെ മറ്റൊരു ആനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ പ്രകോപനത്തിൽ കാട്ടിലോട്ട് കയറി പോകുന്നത്. ഈ ഭാഗത്തായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരുന്നത്. നമുക്കിവിടെ നോക്കിയാൽ ഇവിടെ ആനയുടെ തീറ്റയ്ക്കായി കൊണ്ടുവന്ന പട്ടയും മറ്റും ഇവിടെ കാണാം. കൂടാതെ വണ്ടിയെല്ലാം വളച്ചിരിക്കുന്ന ഒരു പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിശേഷം ഇവിടെ നിന്ന് ഈ ആനയുടെ മറ്റൊരു ആനയുടെ പ്രകോപനത്തിൽ ഒരു ചെറിയ ഏറ്റുമുട്ടലുണ്ടായി. അതിന്റെ ഒരു കുത്തുകൊണ്ട് പിന്നീട് ഈ ആന ആ കാണുന്ന കാടുകളിലോട്ടാണ് ഉള്ളോട്ട് കയറിപ്പോയത്. ആന നാട്ടാന ആയതിനാൽ ഈ ഭാഗത്ത് നിന്ന് അധിക ദൂരം കാട്ടിലോട്ട് കയറാനൊരു സാധ്യത ഇല്ലെന്നാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞത്. കാരണം നാട്ടാനയാണ്. ഈ ആനയ്ക്ക് കാടും മറ്റു കാര്യങ്ങളും ധാരാളമായി അങ്ങനെ ഒരു പരിചിതമുള്ള മേഖലയല്ല. അതുമാത്രമല്ല ഈ ഭാഗത്ത് ഒരുപാട് കാട്ടാന ശല്യം രൂക്ഷമായുള്ള കാട്ടാന അതുപോലെ തന്നെ പുലിയും മറ്റും ധാരാളമായി ഉള്ള ഒരു പ്രദേശമാണ് ഇതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും ആനയ്ക്ക് ഈ കുത്തുകൊണ്ട ചെറിയൊരു പരിക്ക് ഏൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു തുടർച്ചയെന്നോണം അത്തരത്തിൽ ഈ ഒരു പേടി പറ്റി ഈ ആന ഈ കാട് വിട്ട് അധിക ദൂരം പോകാനൊരു സാധ്യതയില്ലെന്നും ഈ പ്രദേശവാസികളായ നാട്ടുകാർ പറയുന്നുണ്ട്. നടക്കണ ഫോറസ്റ്റുകാരും ഉൾപ്പെടെ ആൾക്കാർ ഒരു പോയിട്ടുണ്ട്. പിന്നെ ആനയോടമ വന്നിട്ടുണ്ട്. ആനയോടമ എല്ലാവരും പോയിട്ടുണ്ട്. ഈ നാട്ടുകാരായിട്ടുള്ള ഒരു നാട്ടുകാർ ഞങ്ങൾ രാത്രി 10-20 പേരുണ്ടായിരുന്നു. ഞങ്ങള് റൂട്ടിൽ കാവലായിട്ട് ആന ഇറങ്ങി നോക്കാൻ വേണ്ടി റൂട്ടിൽ കാവലായിട്ട് നിർത്തിയേക്കും. ആരെങ്കിലും കാട്ടിലോട്ട് കയറി നാട്ടുകാർ പോയിട്ടുണ്ട്? നാട്ടുകാർ കാട്ടിലേക്ക് പോയില്ല. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ആനയുടെ ഒരു പാപ്പന്മാരും അവര് വേറെ ആൾക്കാരെ പുറത്തുനിന്ന് ഇതില്ല. ഈ ഡ്രോണൊക്കെ ഉപയോഗിച്ചുള്ള ഉണ്ട്, എല്ലാം ഇതുണ്ട്. എല്ലാ സാധനം കൊണ്ടായിട്ട് പോയിട്ടുണ്ട്. ഒത്തിരി കാട്ടിലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട്. എന്താ തോന്നുന്നു? ഒത്തിരി കാട്ടിൽ കയറാനുള്ള സാധ്യതയില്ല. അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല. എന്താ പറഞ്ഞാൽ അത് നാട്ടാനായിട്ട് അങ്ങനെ പോകാനില്ല. ഇവിടെ കാട്ടാന കൂടുതലുള്ള ശല്യം. ഇവിടെ എപ്പോഴും കാട്ടാന പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകില്ല, പേടിച്ച്. മറ്റേ ആന ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചെറുതായിട്ട് പറയുന്നത് കുത്തിക്കൊണ്ട് മാറിപ്പോയതാ. പരിക്കൊന്നുമില്ല, അത് ചെറുതായിട്ട് തട്ടിക്കൊണ്ട പേടിച്ച് മാറിപ്പോയതാ. അപ്പൊ ഈ പ്രദേശത്ത് തന്നെ സാധനം ഉണ്ട്. ഒതുങ്ങി നിൽക്കുക. രാത്രി പേടിച്ച് ഇതായിട്ട് നിൽക്കുവാണ്. രാത്രി തെരച്ചിൽ ഞങ്ങൾ 7 മണി വരെ തെരച്ചിൽ നടന്നു. അത് കഴിഞ്ഞപ്പോൾ ശേഷം ഞങ്ങൾ ആൾക്കാർ റൂട്ടിൽ ഇതായിട്ട് ഞങ്ങൾ നോക്കി. റൂട്ടിൽ ഇറങ്ങി വരുമോ. വണ്ടി ആനയുടെ വണ്ടി ഉണ്ടായിരുന്നു. മറ്റുള്ള ആൾക്കാർ ഞങ്ങൾ എല്ലാം കാവലായിട്ട് നിൽക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ നോക്കിയിട്ട് പോകുന്നത്. ഇപ്പം ആനയുടെ ഉടമസ്ഥനും മറ്റു ഫോറസ്റ്റുകാരും വന്നുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് കയറിപ്പോണ്ട്. നമുക്ക് അങ്ങോട്ട് അതിലോട്ട് ഇല്ലാതുകൊണ്ട് നമ്മൾ നിൽക്കണം. രാത്രി ഈ പ്രദേശത്ത് ഭയങ്കര മഴയുണ്ടായിരുന്നു. അപ്പോൾ ആ മഴയെ തുടർന്നും കൂടിയാണ് ഇന്നലെ രാത്രി തിരച്ചിൽ ഒരു പരിധിവരെ വിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതിരുന്നത്. അപ്പോൾ നിലവിൽ ആന കാട്ടിൽ തന്നെ തുടരുകയാണ്. ഈ ആനയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വനപാലകരും ആന ഉടമസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരായിട്ടുള്ള ചിലരെയും കൂട്ടി ആണ് ഇപ്പോൾ ഉള്ളിലോട്ട് പോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രോൺ അടക്കമുള്ള ആധുനിക സജ്ജീകരണങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് നിലവിൽ നടക്കുന്നത്. ഈ തെരച്ചിൽ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ എന്തെങ്കിലും ഒരു ആനയെ സംബന്ധിച്ചുള്ള വിവരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുതലാളിമാരടക്കമുള്ളവരുടെ ഒരു സംഘം ഈ വനത്തിൽ തന്നെ തുടർന്നുകൊണ്ട് നിരീക്ഷണം ഒരു തെരച്ചിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത്.